ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഞാൻ രാഖിൽ RS. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഉദ്യോഗാർത്ഥികളെ, കോമ്പറ്റീറ്റീവ് ക്രാക്കറിനെ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി അറിയാവുന്നവരാണ് നിങ്ങൾ ഉദ്യോഗാർത്ഥികൾ. പുതിയ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടും നിരവധി നാളുകളായി പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സിലബസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ സിവിക്സ് അല്ലെങ്കിൽ പൗരധർമ്മം ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. 2020 ശേഷം കേരള PSC സിലബസിൽ ഉൾപ്പെടുത്തിയ പുതിയ ഒരു ഭാഗമാണ് സിവിക്സ് അല്ലെങ്കിൽ പൗരധർമ്മം. 2020 മുൻപ് തന്നെ PSC ചോദ്യപേപ്പറുകളിൽ സിവിക്സ് ഉണ്ട്, പക്ഷെ സിവിക്സ് എന്ന പേരിൽ ആയിരുന്നില്ല. പിന്നെയോ കോൺസ്റ്റിറ്റ്യൂഷൻ, പോളിറ്റി എന്നീ പേരുകളിലായിരുന്നു. ഇവിടെ കൃത്യമായ സിവിക്സിന്റെ ടോപ്പിക്ക് +2 ലെവൽ വരെയുള്ള പരീക്ഷകൾ, അതായത് നമ്മുടെ ഒരു LGS, LDC അല്ലെങ്കിൽ പോലീസ് കോൺസ്റ്റബിൾ, ഇങ്ങനെയുള്ള നമ്മുടെ VFO അടക്കമുള്ള, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് LDC അടക്കമുള്ള 10th +2 ലെവൽ പരീക്ഷകൾക്കാണെങ്കിൽ സിവിക്സിന്റെ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ. ആ ഏരിയയുടെ പേര് കേരളം ഭരണവും ഭരണ സംവിധാനവും. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഈ സിവിക്സ് തന്നെയാണോ കേരളവും ഭരണ സംവിധാനം, അതാണോ പൊതുഭരണം, അതാണോ സ്റ്റേറ്റ് സിവിൽ സർവീസ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഉദ്യോഗാർത്ഥികളെ, ഇതെല്ലാം ഐറ്റം ഒന്നാണ് കേട്ടോ, സിവിക്സിന്റെ തന്നെ ടോപ്പിക്കാണ്. അപ്പൊ കേരളം ഭരണവും ഭരണ സംവിധാനം എങ്ങനെ പഠിക്കാം, എങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. നമുക്ക് നോക്കാം. കേരളം ഭരണവും ഭരണ സംവിധാനം എങ്ങനെ പഠിക്കാം പറയൂ. അതായത് നമുക്കറിയാം, നമ്മുടെ സിലബസ് ആദ്യം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പരീക്ഷയ്ക്ക് എത്ര മാർക്കാണ് ഈ ടോപ്പിക്ക്. ഒന്നാമത്തെ ചോദ്യം, പൊതുഭരണം, ഉദ്യോഗസ്ഥ വൃന്ദം, ഇന്ത്യൻ സിവിൽ സർവീസ്, ഇ ഗവേണൻസ് എന്നിവ പഠിക്കണോ? അപ്പോൾ ഓർത്തിരിക്കണം ഉദ്യോഗാർത്ഥികളെ, കേരള അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന ടോപ്പിക്കിൽ നമ്മൾ പ്രധാനമായിട്ടും എത്ര മാർക്കിനാണെന്ന് വെച്ചാൽ, പ്രിലിമിനറി പരീക്ഷകൾക്ക് അല്ലെങ്കിൽ LDC പരീക്ഷകൾക്ക് നമ്മുടെ സിലബസിൽ എത്ര മാർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മാർക്കാണ് പ്രതിപാദിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? 5 മാർക്കിന്റെ ടോപ്പിക്കാണ് നമ്മുടെ ഈ ടോപ്പിക്കായിട്ട് പറയുന്നത്. ഇത് 5 മാർക്കിന്റെ ടോപ്പിക്കാണ്. എന്നാൽ മെയിൻ പരീക്ഷകളുണ്ട്. മെയിൻ പരീക്ഷകൾ 10 മാർക്കിനും ഡിഗ്രി ലെവലിന്റെ മെയിൻ പരീക്ഷകൾക്ക് 40 മാർക്കിനും സിവിക്സിന്റെ ടോപ്പിക് ഉണ്ട്. അപ്പൊ കേരളവും ഭരണ സംവിധാനവും നോർമലി 5 മാർക്കാണ്. പൊതുഭരണം, ഉദ്യോഗസ്ഥ വൃന്ദം, ഈ ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ട അത്രത്തോളം നമ്മുടെ +2 ലെവൽ പരീക്ഷകൾക്ക് വേണ്ട. +2 ലെവൽ പരീക്ഷകൾക്ക് കേരള സിനാരിയോ, കേരളത്തിന്റെ ഒരു ആംഗിളിലുള്ള പൊതുഭരണം, കേരളത്തിന്റെ ഉദ്യോഗസ്ഥ വൃന്ദം, അതായത് സ്റ്റേറ്റ് സിവിൽ സർവീസ്, കേരള സിവിൽ സർവീസ്, KASന്റെ രൂപീകരണം, സർവീസ് റോഡുകളും ചട്ടങ്ങളും, മനസ്സിലാവുന്നുണ്ട്, ഇങ്ങനെയുള്ള ഏരിയയൊക്കെയാണ് അവിടെ പ്രതിപാദിക്കുന്നത്. അപ്പൊ അത് നമുക്ക് നോക്കാം. നമ്മുടെ സിലബസിൽ 5 മാർക്കിന്റെ ടോപ്പിക്കാണ് കേരളം ഭരണവും ഭരണ സംവിധാനവും. അതിൽ സംസ്ഥാന സിവിൽ സർവീസ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, വിവിധ കമ്മീഷനുകൾ, സാമ്പത്തിക സാമൂഹിക വാണിജ്യ ആസൂത്രണത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, ദുരന്ത നിവാരണ അതോറിറ്റി, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, തണ്ണീർത്തട സംരക്ഷണം, തൊഴിലും ജോലിയും, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, ഭൂപരിഷ്കരണങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, വൃദ്ധരായ ആളുകൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം, സാമൂഹ്യക്ഷേമം, സോഷ്യൽ വെൽഫെയർ, സാമൂഹ്യ സുരക്ഷിതത്വം, സോഷ്യൽ സെക്യൂരിറ്റി, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ടോപ്പിക്കിൽ 5 മാർക്കിന് പ്രതിപാദിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ടോപ്പിക്കിൽ ഓരോന്നും നിങ്ങൾ പഠിക്കണം. ഇപ്പം സംസ്ഥാന സിവിൽ സർവീസ് പഠിക്കുമ്പം ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഒരു ശാഖയാണ് സംസ്ഥാന സിവിൽ സർവീസ് എന്ന് അറിയണം. ഭരണഘടനാ സ്ഥാപനങ്ങൾ, കമ്മീഷനുകൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകളാണ്. ഇനി സിലബസിനപ്പുറം പാഠപുസ്തകങ്ങൾ നോക്കേണ്ടതുണ്ടോ? സിലബസിനപ്പുറം പാഠപുസ്തകങ്ങൾ നോക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഏതൊരു ഉദ്യോഗാർത്ഥിയും നമുക്കറിയാം, ഒരു 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള പാഠപുസ്തകം, സ്റ്റേറ്റ് സിലബസിന്റെ പാഠപുസ്തകങ്ങൾ എന്ത് ചെയ്തിരിക്കണം? പഠിച്ചിരിക്കണം. എല്ലാ പാഠപുസ്തകമൊന്നും വേണ്ട. ഇപ്പൊ ഹിന്ദി ഒന്നും പഠിക്കണ്ട, അല്ലേ? സോഷ്യൽ സയൻസ്, അതുപോലെ ബേസിക് സയൻസ് പാഠപുസ്തകങ്ങൾ, കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ്, ഒരു പരിധിവരെ ഇംഗ്ലീഷ് വൊക്കാബുലറി ഏരിയ, ഇതൊക്കെ നിങ്ങൾ നോക്കണം. എന്നാൽ ഈ പാഠപുസ്തകത്തിൽ നമ്മുടെ സിലബസിൽ പറയുന്ന തന്നെ ഏരിയ ഉണ്ടെങ്കിൽ നിർബന്ധമായി നോക്കണം. ഉദാഹരണത്തിന്, സ്കൂൾ പാഠപുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന ഒരു ഭാഗം അതുപോലെ കേരള PSCയുടെ കമ്പനി ബോർഡ് പരീക്ഷയ്ക്ക് ചോദിച്ചു. ഞാൻ ആ ചോദ്യം ഒന്ന് പരിചയപ്പെടുത്താം നിങ്ങൾക്ക്. കണ്ടോ,
2023 കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയുടെ ചോദ്യമാണ്. ചോദ്യം നിങ്ങൾ കാണാൻ പറ്റും, ഞാൻ മാറി നിൽക്കാം, ഒന്ന് വായിച്ചേ. കേരളത്തിലെ ദുരന്ത നിവാരണത്തിന്റെ കാര്യത്തിൽ നിയമാനുസൃതമായ ആവശ്യകതകൾക്കനുസൃതമായി നടപടിയെടുക്കാൻ ഏത് ക്രമത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു? എ തയ്യാറെടുപ്പ്, പ്രതികരണം, ലഘൂകരണം, പുനരധിവാസം. ബി പ്രവചനം, തയ്യാറെടുപ്പ്, പ്രതികരണം, ലഘൂകരണം. സി തയ്യാറെടുപ്പ്, പ്രതികരണം, വീണ്ടെടുക്കൽ, ലഘൂകരണം. ഡി പ്രവചനം, തയ്യാറെടുപ്പ്, പ്രതികരണം, പുനരധിവാസം. 4 ഓപ്ഷൻ. ഏതായിരിക്കും ശരി ഉത്തരം? ശരി ഉത്തരം ഒന്നേ ഉള്ളൂ. ഏതായിരിക്കും ഇവിടുത്തെ ശരി ഉത്തരം? ഓപ്ഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഉണ്ടോ? ഇവിടുത്തെ ശരി ഉത്തരം പറയുന്നത് ഓപ്ഷൻ സി ആണ് എന്ന കാര്യം ഓർക്കുക. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ നമ്മുടെ ശരി ഉത്തരം. അപ്പൊ എന്താണ് ശരി ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ തയ്യാറെടുപ്പ്, പ്രതികരണം, വീണ്ടെടുക്കൽ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുരന്ത നിവാരണത്തിന്റെ കാര്യത്തിൽ KSDM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, KSDM സ്വീകരിക്കേണ്ട ചില ഘട്ടങ്ങൾ. 1-ാം ഘട്ട പ്രവർത്തനം, 2-ാം ഘട്ടം, 3-ാം ഘട്ടം, അങ്ങനെ പറയുന്നു. 1-ാം ഘട്ട പ്രവർത്തനമാണ് തയ്യാറെടുപ്പ്, പ്രിപ്പയർനെസ്, തയ്യാറെടുപ്പ് അല്ലെങ്കിൽ മുന്നൊരുക്കം. 2-ാം ഘട്ടം പ്രതികരണം അല്ലെങ്കിൽ എന്താ പറയുക, റെസ്പോൺസ്. 3-ാമത്തെ ഘട്ടം വീണ്ടെടുക്കൽ അഥവാ റിക്കവറി. 4-ാം ഘട്ടം ലഘൂകരണം അഥവാ മിറ്റിഗേഷൻ. ഈ 4 ഘട്ടങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഞാൻ പറഞ്ഞില്ലേ, സ്കൂൾ പാഠപുസ്തകത്തിൽ നിന്ന് വന്നൊരു ഭാഗമാണ്, ഏരിയയാണ്. അപ്പൊ ഏതാണ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുക, കണ്ടോ, നമ്മുടെ ജിയോളജി പാഠപുസ്തകം, നമ്മുടെ +2 ജിയോളജി പാഠപുസ്തകത്തിന്റെ 8-ാമത്തെ അധ്യായത്തിന്റെ പേര് ജിയോളജിക്കൽ ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഭൗമ വിപത്തുകളും ദുരന്ത നിവാരണവും എന്നറിയപ്പെട്ട ഭാഗം. ഈ ഭാഗത്ത് കണ്ടോ, താഴെ കൂടി ദുരന്തം കാണാൻ പറ്റുന്നുണ്ടാകും. അതായത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഘട്ടങ്ങൾ കണ്ടോ. ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിളാണ്. അതിൽ പറയുന്നത് 1-ാം ഘട്ടം പ്രിപ്പയർനെസ്, റെസ്പോൺസ്, റിക്കവറി, മിറ്റിഗേഷൻ. കണ്ടോ, 1-ാം ഘട്ടം മുന്നൊരുക്കമാണ്, മുന്നൊരുക്കം, പ്രിപ്പയർനെസ്. 2-ാം ഘട്ടം പ്രതികരണം. 3-ാം ഘട്ടം കണ്ടോ റിക്കവറി. 4-ാം ഘട്ടം ലഘൂകരണം. മനസ്സിലായോ? +2 ജിയോളജി പാഠപുസ്തകത്തിന്റെ 8-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് കേരള PC ചോദ്യം ചോദിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ചോദ്യങ്ങൾ, പാഠപുസ്തകത്തിന്റെ പ്രാധാന്യം മനസ്സിലായി നിങ്ങൾക്ക്? മനസ്സിലായോടോ? അത് കൃത്യമായിട്ട് ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേരള PSCയുടെ LDC പരീക്ഷയുടെ ചോദ്യം. പൊതുഭരണമെന്നാൽ ഗവൺമെന്റ് ഭരണമാണ് എന്ന് പറഞ്ഞത് ആര്? ഒരു നീല ബോക്സിനകത്ത് കൊടുത്തതാണ്. പൊതുഭരണമെന്നാൽ ഗവൺമെന്റ് ഭരണമാണെന്ന് പറഞ്ഞ വ്യക്തി N ഗ്ലാഡൻ. കണ്ടോ, പൊതുഭരണമെന്നാൽ അത് ഗവൺമെന്റ് ഭരണമാണ് എന്ന് പറഞ്ഞ വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളിന്റെ പേര് N ഗ്ലാഡൻ എന്നാണ് പേര്. N ഗ്ലാഡൻ. പൊതുഭരണമെന്നാൽ അത് ഗവൺമെന്റ് ഭരണമാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടു കാണും, N ഗ്ലാഡൻ. കണ്ടോ, കണ്ടോ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഭാഗം. ഇത് 10-ാം ക്ലാസ്സിന്റെ പാഠപുസ്തകം, സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിന്റെ 3-ാമത്തെ ചാപ്റ്റർ, അധ്യായം 3ന്റെ പേര് തന്നെ പൊതുഭരണം, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. കണ്ടോ, അവിടെ നിന്നാണ് ഈ ചോദ്യം വന്നത്. അതുപോലെ തന്നെ ഒരുപാട് പിന്നീട് ടോപ്പിക്കുകൾ ഇവിടെ. പൊതുഭരണത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം ഇത് ചോദിച്ചിട്ടാണ്. ഗവൺമെന്റ് നയങ്ങൾ രൂപീകരിക്കുക, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുക, ജനക്ഷേമം ഉറപ്പുവരുത്തുക, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക. കണ്ടോ, സ്കൂൾ പാഠപുസ്തകമാണ്. അപ്പോൾ സ്കൂൾ പാഠപുസ്തകങ്ങളുടെ പ്രാധാന്യം വളരെ വലുതാണ്. അപ്പോൾ സിവിക്സിന്റെ പഠനത്തിൽ സ്കൂൾ പാഠപുസ്തകങ്ങളുടെ പ്രാധാന്യത്തെ പറ്റി നമ്മളിവിടെ പറഞ്ഞു. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് 1-2 മോഡൽ ചോദ്യങ്ങളും നോക്കാം. ഇത് കേരളം ഭരണ സംവിധാനത്തിൽ നിന്ന് ഏറ്റവും അടുത്ത പരീക്ഷയ്ക്ക് വെച്ചൊരു ചോദ്യമാണ്. അക്ഷയെ സംബന്ധിച്ച് ആഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത് എന്ത്? അക്ഷയെ സംബന്ധിച്ച ശരിയല്ലാത്ത പ്രസ്താവന. എ വിവരസമ്പന്നരും വിവര ദരിദ്രരും തമ്മിലുള്ള വിടവ് നികത്തുക എന്നാണ് അക്ഷയുടെ ദൗത്യം. ബി പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ സർക്കാർ മുതൽ പൗരന്മാർ വരെയുള്ള സേവനങ്ങൾക്ക് അക്ഷയ വേദിയൊരുക്കുന്നു. സി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റിക്രൂട്ട്മെന്റ് ഏജൻസിയായി ഇത് പ്രവർത്തിക്കുന്നു. ഡി ICT വഴി പൗരന്മാർക്ക് കാര്യക്ഷമവും സുതാര്യവും സൗകര്യപ്രദമായ സേവനങ്ങൾ അക്ഷയം നൽകുന്നു. അപ്പൊ ഏതാണ് പിന്നീട് ശരിയല്ലാത്തത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായിരിക്കും ശരിയല്ലാത്തത്? ഒന്നേ ഉള്ളൂ ശരിയല്ലാത്തത്. ഏതാണ്? ഓപ്ഷൻ സി. ഓപ്ഷൻ സി ശരിയല്ല. എന്തുകൊണ്ട് ഓപ്ഷൻ സി ശരിയല്ല? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടേതല്ല, ഒന്നിന്റെയും റിക്രൂട്ട്മെന്റ് ഏജൻസി അല്ല അക്ഷയ. അക്ഷയ ഒരു പൊതുസേവന കേന്ദ്രമാണ്.
അതുകൊണ്ട് ഓപ്ഷൻ സി ശരിയല്ല, ബാക്കിയെല്ലാം ശരിയാണ്. ഉണ്ടോ? അക്ഷയ പ്രോജക്റ്റ് ഇന്ത്യയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷം ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വർഷമാണ്? 2002 നവംബർ 18 ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. ആരാ ഉദ്ഘാടനം ചെയ്ത വ്യക്തി? APJ അബ്ദുൽ കലാം. ഉദ്ഘാടനം ചെയ്തുകൊണ്ട് APJ പറഞ്ഞ കമന്റ് നേരത്തെ ഞാൻ പൊതുഭരണം ചാപ്റ്റർ കാണിച്ചില്ലേ, അവിടെ പറയുന്നുണ്ട്. എന്താ പറയുക? സുതാര്യവും ചുറുചുറുക്കുമുള്ള പദ്ധതി, എല്ലാവരിലേക്കും വേഗത്തിലും സുരക്ഷിതമായും എത്തിച്ചേരുന്ന വിവരങ്ങൾ, ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള തടസ്സങ്ങളില്ലാതെ എല്ലാ ജനങ്ങൾക്കും സേവനങ്ങൾ ലഭ്യമാകുന്ന പദ്ധതി എന്ന് ആണ് നമ്മുടെ ഈ ഗവേണൻസിനെ കുറിച്ച് അക്ഷയ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് APJ പറഞ്ഞത്. കേരളത്തിൽ വന്ന് അക്ഷയ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് എവിടെ വെച്ച്? മലപ്പുറം ജില്ലയിൽ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, എനിവേ അടുത്ത ക്വസ്റ്റിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ, കേരളത്തിൽ നെൽവയൽ സംരക്ഷണ നിയമം, നിയമത്തിന്റെ യഥാർത്ഥ പേര് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്ന്? 2007 ഓഗസ്റ്റ് 11, 2008 സെപ്റ്റംബർ 10, 2009 ഓഗസ്റ്റ് 11, 2009 സെപ്റ്റംബർ 11. ശരി ഉത്തരം 2008 ഓഗസ്റ്റ് 11 ആണ് ശരി ഉത്തരം. 2008 ഓഗസ്റ്റ് 11 ഉണ്ടോ? 2008 ഓഗസ്റ്റ് 11, 2008 ഓഗസ്റ്റ് 11. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലേ? കേരളത്തിൽ നെൽവയലുകൾ, തണ്ണീർത്തടങ്ങൾ എന്നിവ അനധികൃതമായി മണ്ണിട്ട് നികത്തുക, രൂപാന്തരപ്പെടുത്തുക എന്നിവ തടയുന്നതിന് വേണ്ടി വന്ന നിയമമാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം. ഇത് പാസാക്കിയ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നത് VS അച്യുതാനന്ദൻ. ചോദിച്ചിട്ടുണ്ട്, VS ആണ് മുഖ്യമന്ത്രി. ആ സമയത്ത് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വരുമ്പോൾ കേരളത്തിന്റെ കൃഷിമന്ത്രി, ഉത്തരം ശ്രീ മുല്ലക്കര രത്നാകരൻ ആണ് കൃഷിമന്ത്രി. മുല്ലക്കര രത്നാകരൻ. ഓക്കെ, അതൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. പ്രിയ ഉദ്യോഗാർത്ഥികളെ, അപ്പോൾ നമ്മുടെ ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കർ ഈ വരാൻ പോകുന്ന LDC പരീക്ഷ അടിസ്ഥാനമാക്കി ഒരു ലോങ് ടേം ബാച്ച് ആരംഭിക്കുകയാണ്. 2020 LDC പരീക്ഷ നമുക്ക് സ്വന്തമാക്കാൻ കഴിയും. നമുക്കറിയാം, ആദ്യ റാങ്കിനായി പഠിച്ചു തുടങ്ങാം. ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ടോ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പിക്കാം. ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. LDC പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പോഴേ അടുക്കും ചുറ്റോടും കൂടിയുള്ള പഠനം നിങ്ങൾക്ക് ആരംഭിക്കാം. അതുപോലെയാണ് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കൂടി പോകാം. ഇത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KASമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുകയും ഇവയിൽ ഏതാണ് ശരിയെന്ന് കണ്ടെത്തുകയും ചെയ്യുക. സ്റ്റേറ്റ്മെന്റുകൾ: 1, ഗവൺമെന്റ് നയങ്ങളും പരിപാടികളും ഫലപ്രദമായി നടപ്പിലാക്കാനായി ഗവൺമെന്റിന്റെ മാനേജർ കഴിവുകളുടെ 2ാം നിരയായി പൊതുസേവകരുടെ കേഡർ ഉണ്ടാക്കുക എന്നാണ് KSന്റെ ലക്ഷ്യം. 2, KS ഓഫീസർ ജൂനിയർ ടൈം സ്കെയിൽ, സെലക്ഷൻ ഗ്രേഡ് സ്കെയിൽ, KS ഓഫീസർ സൂപ്പർ ടൈം സ്കെയിൽ എന്നിവർ ഉൾപ്പെടുന്നു. 3, KSൽ ചേരുന്ന ഉദ്യോഗസ്ഥർ സംസ്ഥാന സിവിൽ സർവീസിൽ ജൂനിയർ ടൈം സ്കെയിൽ ട്രെയിനിയായി കരിയർ ആരംഭിക്കും. ഏതാ ശരി ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദ്യോഗാർത്ഥികൾ ഇവിടുത്തെ ശരി ഉത്തരം ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഇവയെല്ലാം ശരിയാണ് എന്നതാണ് ഇവിടുത്തെ വസ്തുത. ഇവയെല്ലാം ശരിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ പറഞ്ഞ വസ്തുതകളെല്ലാം ശരിയാണ്. അപ്പൊ KAS എന്തിനു തുല്യമായിട്ടാണ് വന്നത്? കേരള അഡ്മിനിസ്ട്രേറ്റീവ് എന്തിനു തുല്യമായിട്ട്? IASന് തുല്യമായിട്ട് വന്ന സർവീസാണ് KAS. KAS നിലവിൽ വന്ന ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ 2018 ജനുവരി 1 KAS സംവിധാനം നിലവിൽ വന്നത്. KASൽ ജോലി കിട്ടുന്ന അല്ലെങ്കിൽ പരീക്ഷ എഴുതി വിജയിക്കുന്ന ഇന്റർവ്യൂ എല്ലാം പാസ്സാകുന്ന ഒരു ഉദ്യോഗസ്ഥന് കിട്ടുന്ന ആദ്യ പദവി ജൂനിയർ ടൈം സ്കെയിൽ ട്രെയിനി. സീനിയോറിറ്റിയെ അടിസ്ഥാനമാക്കി പിന്നെ സീനിയർ ടൈം സ്കെയിൽ, പിന്നെ സൂപ്പർ ടൈം സ്കെയിൽ തസ്തികകളിലേക്ക് നിയമനം കിട്ടുന്നു. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ ഉദ്യോഗാർത്ഥികളെ, അപ്പോൾ നമ്മുടെ LDC പരീക്ഷ അടിസ്ഥാനമാക്കിയ നമ്മുടെ കോഴ്സ് ഒന്നുകൂടി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ കേരളം ഭരണവും ഭരണ സംവിധാനവും എങ്ങനെ പഠിക്കാം എന്ന ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കിയ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ മറ്റ് സംശയങ്ങളും മറ്റഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൃത്യമായി മറുപടി നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് കോമ്പറ്റിറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു ക്ലാസ്സിൽ ഇനി വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.